കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വന്നത്. മര്യാദയ്ക്ക് ഞങ്ങൾ കുമിളിന്ന് കുളിക്കാൻ നിന്ന ആൾക്കാരാണ്. ഇയാള് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് പാടത്തോ. ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതുതായി കാണുന്നവർ എല്ലാം ചെയ്യും. അപ്പോൾ ഞങ്ങളുള്ളത് സുരുളിയിലാണ്. സുരുളിയിലെ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ, പിന്നെ അതുപോലെ തന്നെ സുരുളിയിലെ എല്ലാവിധ കാഴ്ചകളും ഇവിടെ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ കാഴ്ചകൾ, ഇങ്ങോട്ട് വരുന്ന റോഡുകൾ, അതിൻ്റെ ആ ഭംഗി ഒക്കെ കാണിച്ചതാ. അപ്പം നേരെ വീട്ടിലേക്ക് കയറാം. ഞങ്ങളെ വാക്കും കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വന്നത്. മര്യാദയ്ക്ക് ഞങ്ങൾ കുമിളിന്ന് കുളിക്കാൻ നിന്ന ആൾക്കാരാണ്. ഇയാള് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് പാടത്തോ ഇവിടെ ഇല്ല. മുന്തിരി വെട്ടിയതാ, മുന്തിരി പെട്ടി ഉണ്ടാവുള്ളൂ. അങ്ങനെ കമ്പം ടൗണിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ തേരാപാര നടക്കുകയാണ്. കുളിക്കാൻ ഏതാവത് വസതി ഇരിക്കുതാ. ഇതിപ്പോ ഏതാ സ്ഥലം? ഇവിടുന്ന് ലെഫ്റ്റ് പോകാനല്ലോ പറഞ്ഞേ. അപ്പൊ ഇനി എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം. ഞാൻ ഓട്ടിക്കോളാം. നടക്കും എന്തേലും ഒരു കാര്യം. ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇല്ലാത്തതല്ല, ഈ റോഡ് കണ്ടില്ല നിങ്ങള്? കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റോഡ് അതൊക്കെയാണ് നമുക്ക് കിട്ടണ്ടേ. അല്ലാണ്ട് ടൗൺ ഇങ്ങനെ വായനത് കിട്ടിട്ട് എന്താ കാര്യം? എന്നെ ചിട്ടിട്ട് എന്താ കാര്യം? ഇവനൊരു മെയിൻ റോഡിനാണ് ഇറങ്ങുക. ആ കുമ്മിളിയിലെ ആൾക്കാരൊന്ന് തിരിച്ചാൽ മതി. എല്ലാരും കൂട്ടത്തിലുണ്ടാവും അതുപോലെ ഒരാള്. എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവന കിളി ഇങ്ങോട്ട് പോലാണ്. അന്റെ ടീമില് 48 വണ്ടി സ്റ്റിയറിംഗ് നീച്ചാട്ടി. വേറൊന്നുണ്ട് നമുക്ക്. എനിക്ക് ഈ വണ്ടി കുറച്ചാലൂടെ കൊണ്ടെടുക്കണം. വണ്ടി ഇരുന്നത് ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി അങ്ങ് തരും. സുരുളി വാട്ടർഫാൾസ്. അന്റെ മറ്റു ടീമോടെ 48 കിലോമീറ്റർ ഏതാ റോഡ്? ഞാന് എന്റെ നാട്ടുകാര് പെരക്കാരൊന്നും പറയുന്ന വിചാരിച്ചോണ്ട് അല്ലെങ്കിൽ അന്നേരം ഇവിടുന്ന് പെണ്ണ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ബോധം നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി പെണ്ണുങ്ങൾ കണ്ടിട്ട് തമിഴ്നാട്ടില് ചിന്ന വീടുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് ഇന്ന നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് കേറി വരുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ചിന്ന വീടിന്റെ അവസ്ഥയ്ക്ക് അടിപൊളി അങ്ങനെ ഇവിടെ നമ്മൾ സെറ്റപ്പ് ഉണ്ടായില്ല. വന്നിട്ടാണ് എല്ലാ ഭാഗ്യത്തിന് ആയ കാലത്ത് ആവശ്യമില്ലാതെ സുരുളി വാട്ടർഫാൾസ്. ഇത് വേറെ ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കണ്ണീർത്തുള്ളി പോലത്തെ വെള്ളത്തിൽ നിന്ന് നമ്മൾ മാറി സുരുളി പോലത്തെ വെള്ളത്തിലേക്ക് നമ്മൾ പോകും. ഇത് വെള്ളച്ചാട്ടം തന്നെ. ഞാൻ ഗൂഗിൾ ചെയ്തപ്പം കണ്ടു. അതിൽ വെള്ളം ഇങ്ങനെ വരും. ക്യാമറ തങ്ങളെടുത്ത് കൊടുക്കുന്നത് അക്കങ്ങൾ സബൂറായി. സുരുളി മാത്രമായിട്ട് നമുക്ക് ഇപ്പൊ ആര് കാണാനാ? ഭാഗത്താണ് നമ്മൾ നിക്കുന്നത്. രാവും പകലും മാറ്റണ്ട്.
സുരൂലി നമ്മുടെ 10 വെള്ളം തമിഴ്നാട് കേരളം മെയിൻ വെള്ളത്തിന് ഡാമിനൊക്കെ പ്രശ്നം നടക്കില്ല. അല്ല എന്റെ മാണിക്കല്ലേ, അത് രണ്ടാണ്. രണ്ട് സ്ഥലത്താണ്. ഡാം തുറന്നപ്പോഴും ഇവിടുത്തെ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ നിങ്ങൾ മിണ്ടി പോകരുത്. ഇനി ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കും. അതന്നെ ഉണ്ടെങ്കിൽ വരേണ്ട ടൈമിലൊക്കെ ഒരു അറ്റടിക്ക് പോയാൽ സുരുളി ഇല്ല, സുരുളി അല്ല, അങ്ങനെ ഡാമ് തുറന്നു വിട്ടിട്ട് ഉണങ്ങി കഞ്ഞിയെടുത്തിട്ട് പോയാൽ ഒറ്റടിക്ക് വെള്ളം നിറഞ്ഞു വരുന്ന ലൈവ് ഉണ്ട്. അതൊന്നും നോക്കണ്ട. ഇൻഫർമേഷൻ പഞ്ചായത്തിൽ വിവരമൊക്കെ അറിയിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഒറ്റടിക്ക് അങ്ങനെ ഇൻഫർമേഷൻ ഇല്ലാതെ ഇവിടുന്ന് റൈറ്റിക്ക് കയറണം. സുരുളി വാട്ടർഫാൾസ് 6.6 കിലോമീറ്റർ. ഓക്കെ, അവിടെ പോകും റൈറ്റിക്ക് കയറണം. അങ്ങനെ സുരുളിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഇതാണ് സുരുളി. ഓക്കെ, സംഭവം അടിപൊളിയല്ലേ? നമുക്കവിടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്കാണ് ഇതുള്ളത്. അങ്ങനെ സുരുളിയിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഈ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം ഇല്ല. എന്തേ മാങ്ങ അങ്ങനെ 50 റുപ്യ അക്കൗണ്ട് ഉണ്ട്. ആ അല്ല, അത് കാലിയാക്കണേ കുഴപ്പമില്ല, വാങ്ങണേ വാങ്ങിക്കോ. ഒന്ന് വാങ്ങിക്കുന്ന ഇതെങ്ങട്ടാ അടച്ചിട്ടു. നമുക്കിപ്പോൾ കണ്ടകശനിയാണ്, അതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണല്ലോ. പക്ഷെ ആന ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പം പൂട്ടിയിട്ടതാണല്ലോ. അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ, ഇനി അത് ചോദിച്ചു വരരുത് കേട്ടോ. അവൻ കുളിക്കാൻ ഞാൻ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, കാരണം അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ പോയിട്ട് കുളിക്കാം. പോത്ത് വൃത്തി, ഇവിടെ നിന്ന് വൃത്തി. ഇതല്ല കേട്ടോ വാട്ടർഫോൾസ് അടിച്ചിട്ടതാണ്, ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ. ഇവിടെ അമ്പലം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സ്ഥലം നല്ല രസമല്ലേ കാണാൻ. നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത്, വാട്ടർഫോൾസ് ആയിട്ട് പോകുന്നതല്ല. കുളിക്കാനൊരു ഇടമില്ലാത്തതുകൊണ്ട് കുളിക്കാനായിട്ട് പോകുന്നതാണ്. ഇതൊക്കെ പാടെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ. കുളിക്കാനൊക്കെ പറ്റും, എന്തായാലും പോയേക്കാം. കുളി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇനി കുളിക്കാനുള്ള സ്ഥലം. ഒരു മരം, അടിപൊളി വാട്ടർഫോൾസ് ആണല്ലോ. എന്താണ് അഭിപ്രായം പറയാനുള്ളത്? വെള്ള സെൻറ്റർ കൂടെ ഒക്കെ ഒഴിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഞാൻ ഡൗസർ ഇട്ടിട്ട് അതെ ഉള്ളിൽ അങ്ങോട്ടുണ്ട് വാട്ടർഫോള്. എന്താപ്പം ചെയ്യാ, നമ്മൾ പോണോടത്തൊന്നും ഇതില്ല. എന്താ ഈ മുഖമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ഒഴിവായിക്കാളെ ചങ്ങായെ, വയറ്റിന്ന് പോവും. പമ്പിൽ ഞാൻ ചവിട്ടി തരൂല. ഇത് ചുറ്റും കാടാണ് കേട്ടോ, വെറുതെ അല്ല ആന ഇറങ്ങുന്ന പറഞ്ഞു. ഇത് ചുറ്റും കാടാ. അങ്ങോട്ടോ കൊണ്ടോ പോയൊക്കെ. അങ്ങനെ അവസാനം അവിടുന്ന് കുളിക്കണേ ഞങ്ങളെ അതിലിങ്ങനെ കൊണ്ടുവന്ന് ഇതിലെങ്ങനെ വന്ന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് മഹാൻ. അങ്ങനെ ദേ മുന്തിരിത്തോട്ടത്തിലോട്ട് ഇറങ്ങുകയാണ്. കണ്ടോളി, യാരിത് പിള്ളേറെ മുടിയാതാ മുന്തിരി. ഓക്കെ, എന്താ അല്ലേ, ഫുൾ മുന്തിരിയാണ്. എന്താ മൊത്തം മുന്തിരിയാണ്. പഴുത്ത് നിൽക്കണ്ട റോസ് മുന്തിരി. നോക്കിക്കേ, രസല്ലേ. എന്താ അപ്പോൾ ഇതാണ് മുന്തിരിൻ്റെ തോട്ടം. നീ മുന്തിരിൻ്റെ തോട്ടം കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. കഴിഞ്ഞ വരവിൽ ഞാൻ കണ്ടിട്ട് മിനിയാന്ന് അന്ന് തോട്ടത്തിലന്ന് കയറാൻ പറ്റിയിട്ടില്ല. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ വേറൊരു രസമാണ്. ഇതുപോലെ തൊടാൻ പാടില്ല, കഴിക്കാനും പാടില്ല. കഴിക്കാൻ വേറെ വാങ്ങണം പൈസ കൊടുത്തിട്ട്. ഓക്കെ, അവിടെ അപ്പുറത്തുണ്ട് കേട്ടോ.
നമ്മൾ നല്ല നേക്കുണ്ടല്ലേ. ഇതിൻ്റെ ഇലയാണ് അറബികൾ തിന്നൽ, മറ്റേ ആ വെള്ളത്തിട്ടിട്ട്. അതിന് വേറൊരു പൈസയാണ്. നമ്മളെ തള്ളപ്പൊടിയൊക്കെ വാങ്ങി തിന്നലുണ്ടായിരുന്നു. നോമ്പിനാണ് ഏറ്റവും കൂടുതൽ ഈ സാധനത്തിൻ്റെ ഇല പോകുന്നത്. എന്നാ പോവാ.